നമ്മളൊന്ന് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ഒരു ട്രാക്ടർ വീഡിയോ ആണ്. മഹീന്ദ്രയുടെ 475 DI ഡീസൽ എഞ്ചിൻ, സർപ്പഞ്ച് എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. സ്ഥിരം പാറ്റേൺ, അതായത് സ്ഥിരം കണ്ടു വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് വന്നിട്ടുള്ള മഹീന്ദ്രയുടെ ട്രാക്ടറൊക്കെ നോക്കുമ്പോൾ ഇത് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഗ്രില്ലൊക്കെ കണ്ടില്ലേ? അതെ അതെ, ആ ചേട്ടനാണ് നമ്മുടെ ഇതിൻ്റെ സാരഥി കേട്ടോ. അപ്പോൾ ആളാണ് ഇപ്പോൾ ഈ വണ്ടി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് വരുന്നത്. 2 ഹെഡ് ലാമ്പ് ഉണ്ട്. ഇവിടെ ഒരു മഹീന്ദ്രയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. നമുക്കിപ്പോൾ ഇത് തുറന്നു നോക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണത് പാടത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ വണ്ടി റിവ്യൂ ചെയ്യണത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് വണ്ടി കഴുകി തരാനോ അല്ലെങ്കിൽ ക്ലിയർ ആക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാരിറ്റി ഇട്ടൊന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വെക്കണ ബോക്സ് വരുന്നത്. ഇതിപ്പോൾ ഇതിങ്ങനെ ചളിയായി കിടക്കണ കാരണമാണ് കാണാത്തത്. ഇതാണ് ഇതിൻ്റെ ബ്രേക്ക്. അതായത് ഓരോ വീലിനും ഓരോ ബ്രേക്കാണ് ട്രാക്ടറിന് വരിക. ഇത് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള വീലൊക്കെ തിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പമാണ് ട്രാക്ടർ പാടത്ത് പൂട്ടുമ്പോൾ. അതുപോലെ തന്നെ ഇത് റൈറ്റ് സൈഡിലുള്ള ബ്രേക്കാണ്. അപ്പോൾ റൈറ്റ് വീലിന് വേണ്ടിയുള്ള ബ്രേക്കാണ്. ഇത് ഒരുമിച്ച് ഒരു ക്ലാമ്പ് ഉണ്ട്, അതിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് ചവിട്ടാൻ പറ്റും. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ആക്സിലേറ്റർ ആണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ അത് ഊരി വെച്ചേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാടത്ത് പൂട്ടുമ്പോൾ ഇത് കൂടുതൽ ഇത് ഊരി വയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ കാണുന്നതാണ് ഇതിൻ്റെ എക്സോസ്റ്റ്, അല്ലെങ്കിൽ സൈലൻസർ എന്നൊക്കെ പറയില്ലേ, അതാണത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. ഇതായാലും ഒരു കവർ വെച്ചിട്ട് മൂടിയിരിക്കുകയാണ്. അത് നമ്മൾ പാടത്ത്, അതെ അതെ, വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പാടത്ത് പൂട്ടുമ്പോൾ നമ്മളത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഇടും, അതാണ്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇതിൽ കാണിക്കുന്നത് ബാറ്ററിയുടെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ഇഗ്നിഷൻ ഓണാണ്. ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ RPM മീറ്റർ ഉണ്ട്, ഫ്യൂവൽ ഗേജിൻ്റെ മീറ്റർ ഉണ്ട്, പിന്നെ ഓയിൽ പ്രഷറിൻ്റെ മീറ്ററും കാണാൻ പറ്റും. പിന്നെ പാർക്കും ഡിമ്മും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെയുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം. ഇതിലാണ് നമ്മൾ ഡീസൽ അടിക്കുക. കമ്പനി കൊടുത്തിട്ടുള്ളത് 60 പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയുകയാണെങ്കിൽ 50 ഹോഴ്സ് പവറിൻ്റെ എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ വണ്ടിയിൽ. പിന്നെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക പഴയ നമ്മുടെ പഴയ മോഡൽ തന്നെ, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പവർ സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിക്കേറ്ററാണ്. അതുപോലെ ഈ സംഭവം ഉണ്ടോ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ. അതായത് പാടത്ത് പൂട്ടുമ്പോൾ ഒക്കെ നമ്മൾ ഈ ആക്സിലേറ്ററിൻ്റെ ഈ നോബ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യുക. ഇതിങ്ങനെ ചോട്ടിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ആക്സിലേറ്റർ വീഴും. അപ്പോൾ നമുക്ക് കാലിലെ ആക്സിലേറ്റർ കൊടുക്കണ്ട, കയ്യിൽ തന്നെ മതിയായിരിക്കും. അപ്പോൾ ഇതാണ് സൗകര്യം. നമുക്ക് പാടത്തൊക്കെ പൂട്ടുമ്പോൾ ഈ ലിവറാണ് ഏറ്റവും സൗകര്യം. പിന്നെ ആക്സിലേറ്റർ നമ്മൾ ഗിയർ ഇടുമ്പോൾ ഈ ആക്സിലേറ്റർ കുറച്ചിട്ട് വേണം ഗിയർ ഇടാനായിട്ട്. ഇതാണ് നമ്മുടെ ക്ലച്ചാണ്. ഇത് നന്നായിട്ട് ചവിട്ടണം, മനസ്സിലായില്ലേ? ഗിയറൊക്കെ ഇടണമെങ്കിൽ നന്നായിട്ട് ചവിട്ടി കൊടുക്കണം. പിന്നെ പവർ സ്റ്റിയറിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓയിൽ ബ്രേക്ക് അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ. ഇതിന് ഗിയർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ 4 ഗിയർ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെയാണ് പൊസിഷൻ വന്നേക്കണേ. റിവേഴ്സും ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗിയർ ലിവർ കാണാം. ഇതിലും ഇത് നമുക്ക് വെള്ളമടിക്കാൻ, നെല്ല് കുത്താൻ, അങ്ങനെ എല്ലാ സംഭവത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. നിരത്താൻ വേണ്ടി യൂസ് ചെയ്യണ ലിവറാണിത്. പിന്നെ നല്ലൊരു സീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുഖമാണ് സീറ്റ്. നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ നല്ല സുഖമായിട്ടിരുന്ന് ഓടിക്കാനൊക്കെ പറ്റും. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, വല്ല കുപ്പി എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ ഇവിടെ ഒരു ടൂൾ ബോക്സ് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് സ്പെയറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാം. സാധാരണ ഇവിടെ ഒരു സംഭവം വെക്കും നമുക്ക് ഷെയ്ഡായിട്ട്, അതായത് മഴയും വെയിലൊന്നും കൊള്ളാതിരിക്കാൻ. അതിപ്പോൾ ഈ വണ്ടി പൂട്ടാൻ വന്ന കാരണം അത് അഴിച്ചു വെച്ചേക്കുകയാണ്. സംഭവം ഉണ്ട്, വണ്ടിക്ക് അഴിച്ചു വെച്ചിരിക്കുകയാണ്. സീറ്റ് നല്ലൊരു സീറ്റാണ് കേട്ടോ. സുഖമായിട്ട് നമുക്ക് അതിലിരുന്ന് ഓടിക്കാനൊക്കെ നല്ല സൗകര്യപ്രദമാണ്, അത് സംശയമില്ല. പിന്നെ ഞാൻ ഇതിൽ കൂടുതൽ ഇരുന്നിട്ട് റിവ്യൂ ചെയ്യണില്ല. ഞാൻ പറഞ്ഞു ജസ്റ്റ് ട്രാക്ടർ കണ്ടപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കണം തോന്നി. പിന്നെ ഒന്ന് പഴയ നെസ്റ്റാൾജിയൊക്കെ ഒന്ന് വന്നു നമുക്ക്. അപ്പോൾ ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് റിവ്യൂ ചെയ്തു മാത്രം കേട്ടോ, അതായത് ഡീറ്റെയിൽ റിവ്യൂ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. ബാക്കിൽ വീലിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇത് നമ്മൾ ട്രാക്ടർ പൂട്ടുന്ന സമയത്ത്, അതായത് പാടത്ത് പൂട്ടുന്ന സമയത്ത് ഇങ്ങനത്തെ വീലാണ് യൂസ് ചെയ്യുക. നമ്മുടെ റബ്ബറിൻ്റെ ടയർ നമ്മൾ യൂസ് ചെയ്യില്ല.
ഇപ്പോൾ ഹൈഡ്രോളിക്കിന്റെ സിസ്റ്റമാണ് ആള് കാണിച്ചു തരുന്നത് നമുക്ക് കേട്ടോ. ലെവൽ കണ്ടില്ലേ, അത് അവിടെ ആ ലിവർ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അനുസരിച്ചാണ് ചോട്ടിലേക്ക് പോകുന്നുണ്ടല്ലേ. ഇതാണ് അതിന്റെ കാര്യം. അതങ്ങനെ നമുക്ക് അനുസരിച്ചിട്ട് എത്ര വേണമെങ്കിൽ ലെവലിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പാടം നന്നായിട്ട് പൂട്ടി ഉഴുത് മറിച്ച് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല സെറ്റപ്പാണ് കണ്ടില്ലേ. പിന്നെ ഇത് ഇൻഡിക്കേറ്ററും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ട്രാക്ടർ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ പാടത്താണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊന്നും ഇതിൽ കാണാനില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇതിൻ്റെ ടയറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉഴുത് മറിക്കുമ്പോൾ ഈ ടയറാണ് കേജ് വീൽ എന്ന് പറയും. ഈ കേജ് വീൽ ഇല്ലാതെ നമുക്കിത് പാടത്ത് പൂട്ടാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വേനൽക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ റബ്ബറിൻ്റെ ടയർ ഇട്ടിട്ട്. പക്ഷേ ഇതിൽ പറ്റില്ല. കാരണം കംപ്ലീറ്റ് ചെടികളും ഇതൊക്കെ പുല്ലൊക്കെ ചെത്തി പോകേണ്ടതാണ്. അതുകൊണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടയർ വരുന്നത്. ഇതിൽ ആദ്യമായിട്ടാണ് ഓടിക്കണേ. അത് മുന്നേ വണ്ടി ഒന്നും ഓടിച്ചു നോക്കിയിട്ടില്ല, ട്രാക്ടർ ഓടിച്ചു നോക്കിയിട്ടില്ല. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തീരുമാനിച്ചു. നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ഇടുക്കാച്ചി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും തൽക്കാലം ബൈ കേട്ടോ.